ഓം ശാന്തി. അവേക്കൻ വിത്ത് ബ്രഹ്മകുമാരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നുന്നത് നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് താഴേക്കും മുകളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമുക്കതിന് സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? അങ്ങനെയുള്ള ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? അതിനുവേണ്ടിയാണ് നമ്മുടെ ശ്രമം. ഈ സീരീസിൽ ഏറ്റവും ആദ്യത്തെ പരിശ്രമം ഇതാണ്. ഏറ്റവും കുറഞ്ഞത് ഇതിനെ കാണാൻ സാധിക്കണം. ദിവസം മുഴുവൻ നമ്മൾ നമ്മളുടെ ഇമോഷൻസിനോടൊപ്പം മുകളിലേക്കും താഴേക്കും പോയിക്കൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് ഹാപ്പിനെസ്സിനോടൊപ്പം. ലക്ഷ്യം വരെ എത്തിക്കൊണ്ടിരിക്കും പരിശ്രമത്തിനനുസരിച്ച്. ഇന്ന് നമുക്ക് മറ്റു ചില കാര്യങ്ങൾ സംസാരിക്കാം, മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. എന്താണ് എന്നെ ടേക്ക് ഓവർ ചെയ്യുന്നത്? പിന്നെ എന്റെ ഹാപ്പിനെസ് ഞാൻ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നത്, അത് പിന്നെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മളോടൊപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉണ്ട് ബ്രഹ്മകുമാരി സിസ്റ്റർ ശിവാനി. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ, സിറ്റുവേഷൻ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ ഈ ശീലം എങ്ങനെയുണ്ടായി? സിറ്റുവേഷൻസ് നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്നത്, ഐ ഹോപ്പ് ഐ എം റൈറ്റ്, ബിക്കോസ് ദിസ് ഇസ് വാട്ട് പീപ്പിൾ ആർ ഓൾസോ അണ്ടർസ്റ്റാൻഡിങ്. സിറ്റുവേഷൻസ് വന്നു, നമ്മൾ ആദ്യം ഡിറ്റാച്ച് ആയിരുന്നു, അതിനുശേഷം നമ്മൾ ജഡ്ജ്മെന്റിലാകാൻ ആരംഭിച്ചു, ആൾക്കാരെ പ്രതി അല്ലെങ്കിൽ നമ്മളെ പ്രതി. അതിനുശേഷം നമ്മുടെ എല്ലാ ഇമോഷൻസിനെയും ആ സിറ്റുവേഷൻസ് ടേക്ക് ഓവർ ചെയ്തു. വാട്ട് ടു ഡു നൗ? വൺ ഇസ് ദാറ്റ് ഇതിനെ വാച്ച് ചെയ്യാൻ ആരംഭിക്കുന്നത് തന്നെ വലിയൊരു പ്രോസസ്സാണ്. എന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഏതുപോലെയാണ് ഒരു ഡ്രാമ നമ്മൾ കാണുന്നത് അഥവാ മൂവി കാണുന്നത്, അപ്പോൾ നമ്മൾ ഓഡിയൻസിലല്ല ഇരിക്കുന്നത്. ഓഡിയൻസിനിടയിലിരുന്ന് അങ്ങോട്ട് നോക്കുന്നു, സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത് എന്ന്. അതുപോലെ ജീവിതയാത്രയിലും സഞ്ചരിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓഡിയൻസ് ആയിക്കൊണ്ടിരിക്കണം. ഇറ്റ് ഈസ് എ ലിറ്റിൽ വി ഹാവ് ടു പ്രാക്ടീസ് ഹൗ ടു ഡു ദാറ്റ്. പക്ഷെ സംഭവിക്കുന്ന ഇതാണ്, നമ്മൾ സ്റ്റേജിലും ആണ്, അതുകൊണ്ട് ആക്ടറും കൂടെ തന്നെ ഓഡിയൻസും ആണ്. പക്ഷെ ആക്ടറോടൊപ്പം നമ്മൾ എന്താകണം? ഓഡിയൻസ് ആകണം. എന്തുകൊണ്ട് ഓഡിയൻസ് ആകണം? എന്തുകൊണ്ടെന്നാൽ ഓഡിയൻസ് ആകുന്നതുകൊണ്ട് നമ്മൾ ഡിറ്റാച്ച്ഡ് ആവുന്നു. ഐ എം ഇൻ ഓഡിയൻസ്. ഈ നടക്കുന്നതെല്ലാം ഡ്രാമയാണ്. ഓൾ ദ ആക്ടേഴ്സ് ആർ പ്ലേയിങ് ദ റോൾ. അപ്പോൾ ഡിറ്റാച്ച്ഡ് ആയി അവരെ കാണാൻ സാധിക്കും, ജഡ്ജ്മെന്റിലായിട്ടല്ല. എപ്പോഴാണോ ജഡ്ജ്മെന്റിലാകുന്നത് അപ്പോൾ നമ്മൾ അവരുടെ റോളിനുള്ളിൽ അവരുടെ കൂടെ. That's what I was saying. As an audience also, I was becoming a part of the whole family. As a detached observer, സാക്ഷിയായി ഓരോരുത്തരുടെയും റോള് കണ്ടുകൊണ്ടിരിക്കും. എത്രത്തോളം നിങ്ങൾ സാക്ഷിയായി ഓരോരുത്തരുടെയും റോൾ കാണുന്നു, നിങ്ങളുടെ മനസ്സ് എങ്ങനെയാവും? ഇറ്റ് വിൽ ബിക്കം സ്റ്റിൽ. അതിൽ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാകില്ല. അതുകൊണ്ട് സാക്ഷിയായി മറ്റുള്ളവരുടെ റോൾസിനെ കണ്ട ശേഷം നമ്മുടെ റോൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ ആ റോൾ എങ്ങനെയായിരിക്കും? ദെൻ ഐ വിൽ ബി എ ക്രിയേറ്റീവ് ആക്ടർ. ഞാൻ ഏതൊരു റോളാണോ പ്ലേ ചെയ്യുന്നത്, എന്തുകൊണ്ടെന്നാൽ എൻ്റെ മൈൻഡ് സ്റ്റില്ലാണ്, സ്റ്റേബിളാണ് എങ്കിൽ ക്രിയേറ്റീവുമാണ്. ഡിസ്റ്റർബ്ഡ് മൈൻഡിന് ക്രിയേറ്റീവ് ആകുവാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് മോഡിൽ ജീവിക്കുകയാണ്. ഇങ്ങനെ സംഭവിക്കുന്നത്, താങ്കൾ എന്താണോ പറഞ്ഞത് അഥവാ ചെയ്തത് അതെന്റെ മേൽ ഇഫക്റ്റീവ് ആകും. അതുകൊണ്ട് എൻ്റെ ക്രിയേറ്റിവിറ്റി അതിലൊന്നുമില്ല. ഡിഡ് ഐ ഹാവ് ദ പവർ ടു സേ ടു മൈസെൽഫ് ഇറസ്പെക്റ്റീവ് ഓഫ് അവരെന്താണോ പറഞ്ഞത്, ഐ ക്യാൻ റിമെയിൻ സ്റ്റേബിൾ? നോ, ഞാൻ പറയുമല്ല, ഇത് നാച്ചുറലാണ്. അയാൾ സംസാരിച്ചു, അപ്പോൾ എനിക്ക് മോശമായി തോന്നി. അർത്ഥം, എനിക്ക് പവർ ഇല്ലായിരുന്നു. എൻ്റെ റോൾ എങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടത്? എൻ്റെ റോൾ ഡിപ്പെൻഡഡ് ആയിരുന്നു അവരുടെ പറച്ചിലിൽ. താങ്കളുടെ റോളിൽ നിങ്ങൾ നിങ്ങളുടെ റോൾ എങ്ങനെ പ്ലേ ചെയ്യുന്നു, അതിന്റെ ആധാരത്തിൽ എൻ്റെ റോളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ മുഴുവൻ ദിവസവും നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതൊരു റോളാണോ പ്ലേ ചെയ്യുന്നത്, നമ്മളത് ക്രിയേറ്റീവ്ലി പ്ലേ ചെയ്യുകയാണോ അതോ നമ്മളുടെ റോൾ താനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ? അക്കോർഡിംഗ് ടു സിറ്റുവേഷൻസ് ആൻഡ് അക്കോർഡിംഗ് ടു പീപ്പിൾ. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഓരോരുത്തരുടെയും റോളിൽ അത്രത്തോളം മുഴുകി, അവരുടെ റോളിന്റെ മേൽ അത്രത്തോളം ജഡ്ജ്മെന്റിലാണ്. ആ സമയത്ത് നമ്മുടെ റോളിനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ സ്വയം മറന്നു പോവുകയാണ്. നമുക്ക് സിനിമ തന്നെ കാണുവാൻ സാധിക്കുന്നില്ല, ഡ്രാമ കാണുവാൻ സാധിക്കുന്നില്ല. ഒരു വ്യൂവറിന്റെ രൂപത്തിൽ, സാക്ഷിഭാവത്തിൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മുഴുവൻ ദിവസവും അഥവാ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുന്നു. കേവലം ഒരു ദിവസം ഇത് ട്രൈ ചെയ്യാൻ സാധിക്കുമോ? നമ്മൾ മറ്റൊരാളുടെ റോളിനെയും ആരെയും ജഡ്ജ് ചെയ്യില്ല. ഇന്നൊരു ദിവസം മാത്രം, കേവലം ഒരു ദിവസം മാത്രം. ഒന്നുമില്ല, അവരിങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ഒരു ദിവസം ചെയ്യണ്ട. നമ്മൾ ചെയ്യണമോ ചെയ്യണ്ടേ, പക്ഷെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ലെറ്റ് us put that aside for one day. ഒരു ദിവസം കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ 1 മണിക്കൂർ താങ്കൾക്ക് ഒരു ദിവസം ഭാരിച്ചതായി തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ നമുക്ക് അറിയാമായിരുന്നു ഒരു ദിവസം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വരും, അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് വരും, നമുക്ക് ഇത് മറന്നു പോകും. 1 മണിക്കൂർ പോസിബിൾ അല്ലേ? 1 മണിക്കൂർ ഇത് ചെയ്ത് നോക്കൂ. ജസ്റ്റ് മൈ ട്രൈ ടു ക്രോസ് ദാറ്റ് 1 hour വിത്തൗട്ട് ഗോയിങ്. ഓരോരുത്തരുടെയും കാര്യത്തിൽ
ഓരോ സിറ്റുവേഷൻസിലും ആൻഡ് ജസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദാറ്റ് 1 hour ജസ്റ്റ് സീ ഹൗ യു ഫീൽ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അത് ചെക്ക് ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ എന്താണോ സംഭവിക്കുന്നത്, ഐ ഗെറ്റ് സക്ഡ്. I get sucked into your role. You should be like this. You shouldn't be like. You should speak like this. You should be have like this. I could be saying this, but even I'm not saying this. I could be thinking like this. ഒരുപാട് ജഡ്ജ്മെന്റ്സ് നമ്മൾ പറയാറ്. എന്റെ ബുദ്ധിയിൽ ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ കൊടുക്കുന്നത്, അതിൽ സിറ്റുവേഷൻസ് ഒന്നും വന്നില്ല, പക്ഷെ 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. കാര്യം ചിന്തിക്കുന്നതിൻ്റെതാണ്. ജഡ്ജ്മെന്റിൽ നമ്മുടെ ശബ്ദത്തിന് മേലല്ല. ജഡ്ജ്മെന്റിൽ ഇവിടെയാണ് ചിന്തിക്കുന്നതിൽ. 1 മണിക്കൂർ ട്രൈ ചെയ്യണം. ഏതാണോ എങ്ങനെയാണോ എവ്രി വൺ ഇസ് ഓക്കെ. 1 മണിക്കൂർ ഐ എം നോട്ട് ഗോയിങ് ടു ജഡ്ജ് എനിവൺ. അപ്പോൾ 1 മണിക്കൂറിന്റെ അന്ത്യത്തിൽ താങ്കൾക്ക് മനസ്സിലാകും താങ്കൾ ഒരുപാട് എനർജി ഇതുപോലെ എവ്രി വൺ വി വുഡ് സേ ദാറ്റ് എവ്രി വൺ ഇസ് സക്കിംഗ് മൈ എനർജി like this. So it's not that everyone sucking. I am giving my energy unnecessarily. I am giving it out, and after giving it out I feel empty. കാലിയാകുന്നു. പിന്നെ ജഡ്ജ്മെന്റിലാകുമ്പോൾ ക്വാളിറ്റി ഓഫ് തോട്ട്സ് പോസിറ്റീവ് ആകില്ല. ഇറ്റ്സ് മോർ ഓഫ് എല്ലാവരുടെയും കുറവുകൾ, ബലഹീനത ഒരുപാട് നമ്മൾ കാണുന്നു. അപ്പോൾ അതിൻ്റെ മേലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഓരോരുത്തരുടെയും വീക്ക്നെസ് കണ്ട് ഇവിടുത്തെ അവസ്ഥ എന്താവും ബൈ ദ എൻഡ് ഓഫ് ദ ഡേ. അഥവാ നമ്മുടെ സാക്ഷിഭാവം, TV കേസ്, നമുക്ക് എന്താണോ ചെയ്യാൻ സാധിക്കാത്തത് അത് പ്രാക്ടിക്കൽ ചെയ്തു നോക്കണം. 1 മണിക്കൂർ ലെറ്റ് മീ ജസ്റ്റ് ബി ഡിറ്റാച്ച്ഡ്. നോ വൺ ആൻഡ് നോ സിറ്റുവേഷൻസ് വിൽ എഫക്റ്റ് മീ ഫോർ ദ 1 hour. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഡിറ്റാച്ച്ഡ് ആകുന്നതുകൊണ്ട് എത്രത്തോളം ഉള്ളിൽ പവർ നിറയുമെന്ന്. പിന്നെ സെക്കൻഡ് സ്റ്റേജ് വാച്ച് ചെയ്യുവാൻ സാധിക്കും. എപ്പോഴാണോ ഞാൻ താങ്കളെ കാണുന്നത് മതിയാക്കിയത്, അപ്പോൾ ഞാൻ എന്നെ കാണാൻ ആരംഭിക്കും. ഞാൻ ഇവിടെ ഇവാലുവേറ്റ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? താങ്കൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നില്ലേ, തോട്ട്സിനെ നമുക്ക് ഐ കനോട്ട് സീ മൈ തോട്ട്സ്. വൈ കനോട്ട് ഐ സീ മൈ തോട്ട്സ്? സീ അറ്റ് വൺ ടൈം എൻ്റെ ശ്രദ്ധ ഒരാളിലേക്ക് മാത്രമേ പോകൂ. അപ്പോൾ 1 സെക്കൻഡ് അഥവാ ആ 1 സെക്കൻഡ് ഞാൻ താങ്കളെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ എനിക്ക് മേൽ ശ്രദ്ധ കൊടുക്കില്ല. അപ്പോൾ ഒരുപാട് മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളിലേക്ക് ശ്രദ്ധ പോകുന്നില്ല. കുറച്ചു നേരത്തേക്ക് ഇവിടേക്ക് നോക്കാൻ 1 മണിക്കൂർ ജസ്റ്റ് 1 hour നമ്മൾ നമ്മളെ കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് ഒന്നും ചിന്തിക്കില്ല, ഒരു സിറ്റുവേഷൻസിനെ കുറിച്ച് ചിന്തിക്കില്ല. എന്തുകൊണ്ടെന്നാൽ സിറ്റുവേഷൻസിന്റെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇവിടെ പിന്നെ ചിന്തിക്കുമ്പോൾ എന്താകും? 1 മണിക്കൂർ ചിന്തിക്കും, പിന്നെ സിറ്റുവേഷൻസ് കാണില്ല, ആൾക്കാർ കാണില്ല, പിന്നെ എന്ത് സംഭവിക്കും? ഇറ്റ്സ് നോട്ട് സിറ്റുവേഷൻസിനെ കുറിച്ചോ ആൾക്കാരെ കുറിച്ചോ ചിന്തിക്കയില്ല എന്നല്ല, ജഡ്ജ്മെന്റിലാകില്ല. അഥവാ ഈ സിറ്റുവേഷൻസ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു, അങ്ങനെയല്ല ഇങ്ങനെയല്ല അങ്ങനെ. ഇതുപോലും നമുക്കറിയില്ല നമ്മൾ എത്രത്തോളം ജഡ്ജ്മെന്റിലാണ് എന്ന്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. എപ്പോഴാണോ കാണാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ തിരിച്ചറിയും, ശരി I create these kinds of thoughts on everyone right now. We are not even aware what quality of thoughts I create for everyone. So one day it is not that I stop thinking. See, no one should do that unnaturally. ഞാൻ ഒന്നും ചിന്തിക്കാൻ പാടില്ല, ഞാൻ ഒന്നും ചിന്തിക്കരുത്. നിങ്ങൾ നോർമലായി തന്നെ ഇരിക്കൂ. ഏതുപോലെയാണോ താങ്കൾ നടക്കുന്നത് കേവലം ശ്രദ്ധ കൊടുക്കൂ. ഞാൻ എന്താ ചിന്തിക്കുന്നത് അതിനെ കാണാൻ ശ്രമിക്കൂ. എപ്പോഴാണോ താങ്കൾക്ക് ആ തോട്ട് ലഭിക്കുന്നത്, ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇദ്ദേഹം ഇങ്ങനെയല്ല അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഐ ജസ്റ്റ് സ്റ്റോപ്പ് ആൻഡ് ടെൽ മൈസെൽഫ് ഇറ്റ് ഇസ് ഓക്കെ. ഫോർ 1 hour ഐ എം നോട്ട് ഗോയിങ് ടു ക്രിയേറ്റ്. ഇങ്ങനെ ചിന്തിക്കുക. അവർ പ്ലീസ് അങ്ങനെ ചെയ്യണം. ബിക്കോസ് വി ഹാവ് ടു ബി വെരി വെരി ക്ലിയർ. നമ്മൾ എന്താണ് ചിന്തിച്ചുകൂടാത്തത്? ആബ്സല്യൂട്ട്ലി. നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്, അവർ എങ്ങനെയാണോ ഏതാണോ ഇറ്റ്സ് ഓക്കെ. അക്സെപ്റ്റൻസ് ഡസന്റ് മീൻ ഐ അഗ്രി വിത്ത് യു. ഞാനും അതാണ് പറയാനിരുന്നത്. നമ്മൾ നോക്കൂ, ഇൻഫർമേഷൻ വേണം. എനിക്ക് ഒരു വ്യക്തിയെയും സിറ്റുവേഷനെയും ടോട്ടാലിറ്റിയിലാണ് കാണേണ്ടത്. ക്ലാരിറ്റി വേണം. അവരുടെ നെഗറ്റീവും കാണണം, പോസിറ്റീവും കാണണം. സോ അഗൈൻ ഞാൻ അവരുടെ നെഗറ്റീവ് ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ജഡ്ജ്മെന്റിലാകരുത്. അപ്പോൾ ഞാൻ അവരുടെ നെഗറ്റീവ് കാണുക തന്നെ ഇല്ല. It's a good point, but it is not about positive and negative. It's only that we are different. Because there is nothing like negative. We are different. എനിക്ക് എന്താണ് നല്ലതായി തോന്നുന്നത്, ഞാനത് എനിക്ക് വേണ്ടി പോസിറ്റീവിന്റെ കാറ്റഗറിയിലിടും. പിന്നെ എനിക്ക് എന്താണോ നല്ലതായി തോന്നാത്തത്, ഐ പുട്ട് ദം ഇൻ ടു നെഗറ്റീവ്. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ, എനിക്ക് സമയത്തിന് വരുന്നത് ഇഷ്ടമാണ്. ഇപ്പോൾ ആരെങ്കിലും ലേറ്റായി വന്നാൽ എനിക്കതെന്താണ്, തെറ്റാവും, നെഗറ്റീവാണ്. പക്ഷെ ലേറ്റായി വന്നയാൾ അദ്ദേഹത്തിന് ഇത്രയും പ്രോബ്ലം ഇല്ല. ഈ കാരണത്താൽ ദേ ആർ ജസ്റ്റ് കംഫർട്ടബിൾ വിത്ത് ദിസ് വേ ദേ ആർ. പക്ഷെ ചില കാര്യങ്ങൾ അങ്ങനെയുണ്ട് സിസ്റ്റർ ശിവാനി, പറയാറുണ്ട്. അത് ശരി തന്നെയാണ്. മര്യാദകളിൽ ഇരുന്നു കൊണ്ട്, അർത്ഥം സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് സമയത്ത് വരിക എന്നത്
സി മാനേഴ്സ് ആരാണ് ഉണ്ടാക്കിയത്? ഈവൺ ഇഫ് യു ജസ്റ്റ് സീ ദ കൾച്ചർ ഇൻ ദ ഈസ്റ്റ് ആൻഡ് യു സീ ദ കൾച്ചർ ഇൻ ദ വെസ്റ്റ്, നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കൺസെപ്റ്റ് കാണാൻ സാധിക്കും. നമ്മൾ ലണ്ടനിൽ പോയി റീസെൻ്റ്ലി. അപ്പോൾ നമ്മൾ വാട്ട് ഡിഡ് വി സീ? വി സോ ദാറ്റ് അവിടെയുള്ള ട്രാഫിക് വളരെ സ്മൂത്താണ്. നമ്മൾ റോഡിൽ നിൽക്കുകയായിരുന്നു ക്രോസ് ചെയ്യാൻ. ആ വണ്ടി നിന്ന് പോയി. ആൻഡ് ഐ വാസ് ലൈക്ക്, ഐ ജസ്റ്റ് ആസ്ക്ഡ് ദ സിസ്റ്റർ, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? വണ്ടി എന്തുകൊണ്ടാണ് നിന്ന് പോയത്? അപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു, നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് വണ്ടി നിന്നത്. ദിസ് ഇസ് ആൻ ഏലിയൻ കൺസെപ്റ്റ് ഫോർ മീ. ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ ഹിയർ. സോ എവ്രി വൺ ഹാസ് ക്രിയേറ്റഡ് ദെയർ ഓൺ കൾച്ചർ, ദെയർ ഓൺ വേ ഓഫ് ലിവിങ്. അപ്പോൾ നമ്മൾ പറയും അവിടെ അങ്ങനെ സംഭവിക്കില്ലല്ലോ. നോ, ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് അവർ റൈറ്റ് ആണോ, ഇന്ത്യയിൽ എന്താണോ സംഭവിക്കുന്നത്, ദേ ആർ ജസ്റ്റ് ബോത്ത് റൈറ്റ് ഫോർ ദം. ബട്ട് നമ്മൾ പെട്ടെന്ന് ജഡ്ജ്മെന്റിലാകും, ഇത് ശരിയാണ്, അത് തെറ്റാണ്, മറ്റേത് ശരിയാണ്. നോ, ഇറ്റ്സ് നോട്ട്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ്. ഏതുപോലെയാണോ നമ്മൾ റൈറ്റ് ഓർ റോങ് എന്ന് അതിനെ ലേബൽ ചെയ്യുന്നത്, അപ്പോൾ എനർജി ചേഞ്ച് ആവും. സി, ഇഫ് ഐ സേ യു ആർ ഡിഫറെൻറ്റ് ഫ്രം മീ, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എനർജി. ഇഫ് ഐ സേ യു ആർ റോങ്, it is a different energy. It's a different feeling. So when I create this thought about anyone, ഇദ്ദേഹം വ്യത്യസ്തനാണ്. ഇറ്റ് മേ ബി ഞാനുമായി മാച്ച് അവർ ചെയ്യുന്നില്ല, അദ്ദേഹത്തിൻ്റെ ആ സംസ്കാരം, അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ വ്യവഹാരം. പക്ഷെ വെൻ ഐ തോട്ട് ഇദ്ദേഹം വ്യത്യസ്തനാണ്, ഐ മേ നോട്ട് ലൈക്ക് ഇറ്റ്. ബട്ട് ഇഫ് ഐ സേ ദിസ് ഇസ് റോങ്, ദിസ് ഇസ് ബാഡ്, ദെൻ വാട്ട് എനർജി ഐ സെൻഡ് out to you? This is a negative energy. This is lack of respect. This is lack of love. This will create a disturbance here. If I acceptance means I agree. താങ്കൾ വ്യത്യസ്തനാണ്, ഞാൻ വ്യത്യസ്തനാണ്. I accept the difference. I don't resist the difference. I accept. നമ്മൾ എപ്പോഴാണോ റെസിസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ നമ്മളെ പോലെ ആക്കുന്നതിൽ പരിശ്രമം ചെയ്യുന്നു. എന്തെന്നാൽ നമ്മളൊരു ജഡ്ജ്മെന്റ് പാസ്സാക്കിയിരിക്കുകയാണ്, ഞാൻ ശരിയാണ്, താങ്കൾ തെറ്റാണ്. ഇൻ ബിറ്റ്വീൻ എ പേരന്റ് ആൻഡ് എ ചൈൽഡ് ഇത് വളരെ ക്രിട്ടിക്കലാണ്. ഈവൻ ഹസ്ബൻഡ് വൈഫ്, യു നോ. പാരന്റ് ആൻഡ് ചൈൽഡ്. വൈ ഐ സെഡ് ബിക്കോസ് പേരൻസ് വളരെ കൂടുതൽ ഈ അതോറിറ്റിയോടുകൂടി എപ്പോഴും നീങ്ങുന്നു. നമ്മൾ ശരിയാണ്, കുട്ടികൾ തെറ്റാണ്. സി അഗെയിൻ, ഇന്റൻഷൻ വളരെ നല്ലതാണ്. പലപ്പോഴും ഇന്റൻഷൻ വളരെ നല്ലതായിരിക്കും. പക്ഷെ അഥവാ നമ്മൾക്ക് ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിക്കണമെങ്കിൽ അർത്ഥം അവരെ എംപവർ ചെയ്യണം, അല്ലേ? പക്ഷെ അവരിലേക്ക് നമ്മൾ ഈ എനർജിയാണ് അയക്കുന്നത്. യു ആർ റോങ്, യു ആർ ബാഡ്, ദിസ് ഇസ് റോങ്. അപ്പോൾ നമ്മൾ അവരെ എംപവർ ചെയ്യുകയല്ല ചെയ്യുന്നത്, അവരെ ആക്ച്വലി ഡിസ്എംപവർ ചെയ്യും. അഥവാ ആരെങ്കിലും ഡ്രഗ്സ് എടുക്കുകയാണ്, സ്മോക്ക് ചെയ്യുകയാണ്, ഹൗ ഡു യു ടേക്ക് ഇറ്റ്? You know, again it's very difficult because the first thought which will come is he needs to change, he needs to stop. He needs to change is a different energy and his bad is a different energy. Actually, I consciously try to be not create this thought, but the first thing which comes to your mind is this is wrong. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഏതൊരു കുട്ടിയാണോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നത്, കുട്ടികൾ എന്തിനും മുതിർന്നവർ ഇത് എടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലെ മുഴുവൻ വായുമണ്ഡലം അങ്ങനെ ആവുന്നു. നിങ്ങൾ തെറ്റാണ്, നിങ്ങൾ മോശമാണ്, ഇത് പാപാണ്. ദിസ് കൈൻഡ് ഓഫ് നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? യു നോ, ഇറ്റ്സ് ലൈക്ക് ഫോർഗെറ്റ് അബൌട്ട്. അത് തെറ്റ് തന്നെ ആയിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികൾ തന്നെ ഇത് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ പാരന്റിംഗ് സ്കില്ലിന് മേൽ തന്നെ ക്വസ്റ്റ്യൻ മാർക്ക് വീഴുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എനർജി ആദ്യമായി ആരെങ്കിലും ഈ ജീവിതത്തിൽ ഈ സ്റ്റിമുലന്റ് എടുക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ കുറച്ച് വാക്വം ഉണ്ട്. എവിടെയാണ് സെൽഫ് എസ്റ്റീം കുറച്ച് ലോ ആണ്, ആൻഡ് ഈ സ്റ്റിമുലന്റ് ആണ് നിറയ്ക്കാൻ എന്നെ സഹായിക്കുന്നത്. പക്ഷെ ആ ലോ സെൽഫ് എസ്റ്റീമിനോടൊപ്പം ഹേർട്ടിനോടൊപ്പം വേദനയോടെ ഞാൻ അതെടുക്കാൻ ആരംഭിക്കുന്നു. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഹെൽപ്പിംഗ് മീ ഓർ സപ്പോർട്ടിംഗ് മീ ആൻഡ് എംപവറിംഗ് മീ ഹൗ ടു കം ഓഫ് പെയിൻ, ഏറ്റവും ആദ്യം എനിക്ക് എന്ത് കിട്ടി? നിങ്ങൾ മോശമാണ്, നിങ്ങൾ തെറ്റാണ്, റിജക്ഷൻ ലഭിച്ചു. ഞാനത് എടുക്കാൻ ആരംഭിച്ചത് തന്നെ എവിടെയോ ആ റിജക്ഷൻ്റെ എനർജി ഓർ ഹേർട്ടിൻ്റെ എനർജി ഉണ്ടായി. ഇപ്പോൾ ആക്ച്വലി അതിനെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടി എനിക്ക് വേണ്ടത് അത് നിറയുക എന്നതാണ്. എൻ്റെ ഉള്ളിൽ അത് നിറയണം. പക്ഷെ നമ്മുടെ ഇൻറ്റൻഷൻ വളരെ ശരിയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് അവർ ആ വസ്തുക്കളിൽ നിന്ന് രക്ഷപ്പെടണം. പക്ഷെ നമ്മൾ അതിൻ്റെ റൂട്ടിനെ കാണുന്നില്ല. നമ്മൾ നോക്കുന്നത് ഇവർ ഉപയോഗിക്കുകയാണോ, ഇതുവരുടെ ഹെൽത്തിന് നല്ലതല്ല, അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും പറയും ഇത് തെറ്റാണ്, ഇത് ഉപേക്ഷിക്കൂ. നമ്മൾ ഇത് മനസ്സിലാക്കുന്നില്ല ഇവർ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന്. പിന്നെ ആ റീസൺ എന്ത് കാരണം കൊണ്ടാണോ ഉപയോഗിക്കുന്നത് അതിനേക്കാൾ മോശമാകും. അഥവാ എൻ്റെ ഉള്ളിൽ വേദനയുണ്ട് എങ്കിൽ ആ വേദന സ്മോക്കിങ്ങിനേക്കാൾ ആൽക്കഹോളിനേക്കാൾ മോശമാണ്. ഈ സ്മോക്കിങ്ങും ആൽക്കഹോളും എൻ്റെ ശരീരത്തിന് ഹാനികരം, ഓക്കെ. പക്ഷെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്ന ആ വേദന, റിസെൻമെൻറ്റ്, അതെനിക്ക് എത്രത്തോളം ഹാനികരമാണ്. സോ ഐ ജസ്റ്റ് നീഡ് ടു ഗോ വൺ സ്റ്റെപ്പ് ബിഹൈൻഡ്. ജെന്യൂൻ ലവ് ഉണ്ടല്ലോ ഓർ കൺസേൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും?
ഒരു സ്റ്റെപ്പ് പിന്നോട്ട് പോവും. ലെറ്റ് ഇറ്റ് ബി റൈറ്റ് നൗ ഫോർ സം ടൈംസ്. ഒരു സ്റ്റെപ്പ് പിന്നോട്ട് പോയി ഇവർ ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? വാക്യൂം ഉണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് താങ്കൾ തെറ്റാണ് എന്ന എനർജി അയക്കുന്നതിന് പകരം ഇഫ് യു ക്യാൻ സെൻഡ് ദം ദാറ്റ് എനർജി ഓഫ് ലവ്, ഓഫ് റെസ്പെക്റ്റ്. നമ്മൾ പറയാറുണ്ട് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. സ്നേഹത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയില്ല, നിങ്ങൾ മോശമാണ്, നിങ്ങൾ തെറ്റാണ്, ഇത് പാപാണ്. അത് മറ്റുള്ളവരെ ഡിസ്എംപവർ ചെയ്യിക്കും. നിങ്ങൾ ആ കാര്യത്തിനെ സൈഡിൽ വയ്ക്കൂ, അവർ എന്തെടുക്കുന്നു എന്നത്. നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യൂ, ഈവൻ ഇഗ്നോർ ചെയ്യൂ അതിനെക്കുറിച്ച് ദിവസത്തേക്ക്. കേവലം അവരുടെ വേദനകളെ സുഖം കൊണ്ട് നിറയ്ക്കൂ. ജസ്റ്റ് ബൈ ഗിവിങ് ജെന്യൂൻ റെസ്പെക്ട്. നോട്ട് ട്രൈ കൂടുതൽ സംസാരിച്ച്. ഉള്ളുകൊണ്ട് എപ്പോഴാണോ നിറയുന്നത് അപ്പോൾ സ്റ്റിമുലന്റിന് ഉപയോഗം താനെ നിൽക്കും. അതാ നിറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ദിവസവും വഴക്കൂടിക്കൊണ്ടിരിക്കും, ഇത് നിർത്തൂ, ഇത് നിർത്തൂ. സ്വയം തന്നെ നിറയ്ക്കണം. യു നോ ദാറ്റ് നമ്മൾ അത്രത്തോളം ദുഃഖം നിറച്ചിട്ടുണ്ട് ഈ സങ്കല്പത്തിലൂടെ. എന്റെ മകൻ ഇത് ചെയ്യുന്നു, എന്റെ മകൾ ഇത് ചെയ്യുന്നു, അഥവാ എന്റെ ഹസ്ബൻഡ് ഇത് ചെയ്യുന്നു. Then we just go into so much of deep pain. Now again when we are talking about judgment, അഥവാ ആരെങ്കിലും എൻ്റെ സമീപം അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ I'm not bad. Not to be judgmental about it. നിങ്ങൾ ജഡ്ജ്മെന്റിലാകാതിരിക്കുകയാണെങ്കിൽ അടുത്ത് നിൽക്കുന്നവർക്ക് നിങ്ങളിൽ നിന്ന് വളരെ നല്ല എനർജി കിട്ടും. എപ്പോഴാണോ നിങ്ങൾ ജഡ്ജ്മെന്റിലാകുന്നത്, സംസാരിക്കുന്നുണ്ടാകില്ല, പുറമെ നന്നായി സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ ആ എനർജി അവർ തിരിച്ചറിയും. So many times they say that I know what you are thinking. Exactly. So that energy reaches. അതുകൊണ്ട് ഒരു ദിവസം ഇത് ട്രൈ ചെയ്യണം. മറ്റുള്ളവരെ പ്രതി ഒരുപാട് ചിന്തിക്കേണ്ട. പിന്നെ നമ്മുടെ തോട്ട്സിനെ നിരീക്ഷിക്കാൻ ആരംഭിക്കൂ. നമ്മുടെ ഫീലിങ്സിനെ, നമ്മുടെ ഇമോഷൻസിനെ പതുക്കെ നിങ്ങൾക്കിത് കാണാൻ കഴിയും. ഈ ഉണ്ടാകുന്ന തോട്ട്സ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഐ എം ക്രിയേറ്റിംഗ് ദിസ് തോട്ട്സ്. ഐ എം ദ ക്രിയേറ്റർ ഓഫ് ദിസ് തോട്ട്സ്. ഐ എം നോട്ട് ഈവൻ ദ തോട്ട്. ഐ എം നോട്ട് ദിസ് റോൾ, നോട്ട് ദിസ്. യു നോ ദിസ് ബോഡ്ലി. ഐ എം നോട്ട് ഈവൻ ദ തോട്ട് ദാറ്റ് ഓൾസോ. I create that thought. എപ്പോഴാണോ നിങ്ങൾ ആ ലെവലിൽ വരുന്നത്, ഐ ക്രിയേറ്റ് ദിസ് തോട്ട്, ഐ ക്രിയേറ്റ് ദിസ് ഫീലിംഗ്, നിങ്ങൾക്ക് തോട്ടിൽ നിന്ന് പോലും ഡിറ്റാച്ച് ആകാൻ സാധിക്കും. എപ്പോഴാണ് എനിക്ക് തിരിച്ചറിവുണ്ടായത്, ഈ തോട്ട് ഞാനാണ് ക്രിയേറ്റ് ചെയ്തത്, അർത്ഥം ഞാൻ വേറെ ആരോ ആണ്. ഞാൻ പറയുന്നു ഇത് ഞാനാണ് ക്രിയേറ്റ് ചെയ്തത്, അപ്പോൾ ഞാൻ മറ്റാരോ ആണ്. ഈ സ്ഥിതി എപ്പോഴാണോ ഞാൻ എത്തുന്നത്, ദിസ് ഇസ് സ്റ്റിൽനെസ്. ഇത് നമ്മൾ പല പ്രാവശ്യം പറയും. ഐ വെന്റ് ടു എക്സ്പീരിയൻസ് വാട്ട് ഇസ് ദാറ്റ് സ്റ്റിൽനെസ്, വാട്ട് ഇസ് സൈലൻസ്. സൈലൻസ്, ഒന്ന് ഇവിടുത്തെ സൈലൻസ്, മറ്റൊന്ന് ഇവിടുത്തെ സൈലൻസ്. ഇവിടെ സൈലൻസ് എന്നതിൻ്റെ അർത്ഥം നമ്മൾ ചിന്ത നിർത്തിയെന്നല്ല. പലപ്പോഴും 5 minutes മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക, നോട്ട് പോസിബിൾ. പകരം കേവലം സാക്ഷിയായി കാണുക, ഇതും ഞാനാണ് ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ സ്പീഡും സ്ലോ ഡൗൺ ആകും, ക്വാളിറ്റി വളരെ നല്ലതാവും. ആൻഡ് യു വിൽ എക്സ്പീരിയൻസ് ദാറ്റ് ഇന്നർ സ്റ്റെബിലിറ്റി, ദാറ്റ് സൈലൻസ്, ദാറ്റ് പീസ്. ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. സംഭവിക്കുന്നത് നോർമൽ ആക്ടിവിറ്റിയിൽ വളരെയധികം ക്രിയേറ്റിവിറ്റി, about 25 to 30 thoughts per minute. This is medically being calculated. EEG, electroencephalograph എന്ന യന്ത്രത്തിലൂടെ ഈ വേവ്സ് വരും. ആൻഡ് ലോട്ട് ഓഫ് കാൽക്കുലേഷൻസ് ബിഹൈൻഡ് ഇറ്റ്. സോ 25 to 30 thoughts per minute. per minutes നോർമൽ സ്റ്റേറ്റ്. ഇതിനെ നമ്മൾ പറയും ബീറ്റ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓർ നോർമൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അഥവാ നമ്മൾ മൈൻഡിൻ്റെ വേരിയസ് സ്റ്റേറ്റ്സിനെ മുഴുവൻ ദിവസവും നിരീക്ഷിക്കുന്നെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഇറ്റ് വിൽ കം ടു മുഴുവൻ ദിവസത്തേക്കും 40 to 50,000 തോട്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ദിസ് ഇസ് മൈ പ്രൊഡക്ഷൻ. ഇതൊരു കമ്പനിയാണ്, ഇതതിൻ്റെ പ്രൊഡക്ഷനാണ്. 40,000 തോട്ട്സ് എ ഡേ. ക്വാളിറ്റി ഇറ്റ്സ് ഓൾ വേസ്റ്റ്. ആക്ച്വലി മാക്സിമം ടൈം. ഇതിൽ ചില തോട്ട്സ് വളരെ പവർഫുൾ, പോസിറ്റീവ് ആയിരിക്കും, ചിലത് നെഗറ്റീവ് ആയിരിക്കും. ദേഷ്യം ഓർ റിസെൻമെന്റ്, ചിലത് നെസസറി ആയിരിക്കും. ഇത് ചെയ്യണം, ഇന്നിവിടെ പോകണം, ഒരുപാട് വേസ്റ്റ് ആകുന്നുണ്ട്. വേസ്റ്റ് ഇതിനർത്ഥം ഒരുപാട് കാര്യം കഴിഞ്ഞു പോയത്, അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുക. എന്താണ് സംഭവിച്ചിട്ടില്ലാത്തത്, അതിനൊരു ശക്തിയില്ല. എന്തെന്നാൽ ഇറ്റ് ഈസ് നോട്ട് ഇൻ മൈ കൺട്രോൾ, നെയ്തർ ദ പാസ്റ്റ് നോ ദ ഫ്യൂച്ചർ. ഇത്രയും നമ്മുടെ തോട്ട്സിന് സ്പീഡുണ്ട്. Are we aware that we create 25 to 30 thoughts per minute? എന്തെന്നാൽ ഇത് ഇത്രയും ഫാസ്റ്റാണ്. എപ്പോഴാണോ മെഡിറ്റേഷനിൽ ഇരിക്കുന്നത് ഇത് പതുക്കെ സ്ലോ ആകും. മെഡിറ്റേഷൻ എന്നല്ല, നിങ്ങൾ കേവലം ഇതിനെ വാച്ച് ചെയ്താൽ ഇത് സ്ലോ ഡൗൺ ആകും. യു വിൽ ഗെറ്റ് ടു സീ ദ സ്പീഡ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചെങ്കിലും സ്ലോ ചെയ്യും. നമുക്ക് തോന്നും ചിന്തിക്കുന്നത് തന്നെ നിർത്തി എന്ന് തോന്നും. പക്ഷെ ചിന്തിക്കുന്നത് നിർത്തിയില്ല, പക്ഷെ ചിന്തിക്കുന്നതിൻ്റെ സ്പീഡ് വളരെ സ്ലോ ചെയ്തു. സോ ഹാപ്പിനെസ് മീൻസ് when my thoughts don't go like this, but they are absolutely stable. ഒരു കണ്ടെന്റ്മെന്റ്, ഒരു ഇന്നർ പീസ്.
നമ്മൾ ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്യും. സന്തുഷ്ടത എന്താണ്, സാറ്റിസ്ഫാക്ഷൻ എന്താണ്, പീസ് എന്താണ്. ഇറ്റ്സ് ഓൾ ദിസ് ഫീലിങ്സ് വർ യു ഇൻസൈഡ് ആക്ച്വലി ജസ്റ്റ് കംഫർട്ടബിൾ. എപ്പോഴെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നെങ്കിൽ അത് കംഫർട്ടബിൾ ആകില്ല. പക്ഷെ താങ്കൾ തീർത്തും സ്റ്റേബിളാണ്, കണ്ടന്റഡ് ആണ്. ദിസ് ഇസ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് ഇസ് നോട്ട് എക്സൈറ്റ്മെൻറ്റ്. എക്സൈറ്റ്മെൻറ്റ് ഇസ് ഡിഫറെൻറ്റ്. നമ്മൾ ഇന്ന് ഐസ്ക്രീം കഴിച്ചു, നമ്മൾ പറയും ഐ എം വെരി ഹാപ്പി. ദിസ് ഇസ് നോട്ട് ഹാപ്പിനെസ്. അതൊരു ക്രിയേഷനാണ്, അതൊരു സെൻസേഷനായിരുന്നു. ടേസ്റ്റ് ബഡിലൂടെ എനിക്ക് ലഭിച്ചത്. ആൻഡ് ദാറ്റ് ഇസ് ഗിവിങ് മീ എ സെൻസേഷൻ ആൻഡ് ഐ സേ ദിസ് ഇസ് ഹാപ്പിനെസ്. സപ്പോസ് ഐ സേ എൻ്റെ പല്ല് വേദനിക്കുന്നു, പക്ഷെ ഇന്ന് എന്തോ സംഭവിച്ചു, ഞാൻ ശരിയായി, ഐ എം വെരി ഹാപ്പി, ബട്ട് ദിസ് ഇസ് നോട്ട് ഹാപ്പിനെസ്. ആ വേദനയുണ്ടായിരുന്നു, ഐ ഗോട്ട് റിലീവ്ഡ് ഫ്രം ദാറ്റ് പെയിൻ, സോ ഇറ്റ് ഇസ് എ റിലീഫ്. then I am very excited and about something that happened. പക്ഷെ നമ്മൾ ഇതിനെല്ലാം എന്ത് പേരാ കൊടുക്കുന്നത്? ഹാപ്പിനെസ്. അങ്ങനെ ഈ പ്രോസസ്സിൽ ഹാപ്പിനെസ് ആക്ച്വലി എന്താണ് അത് തന്നെ മറന്നു പോകുന്നു. അപ്പോൾ ആ സാധനങ്ങൾ മുഴുവൻ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ we say that we are not getting happiness. Yeah, and we start looking for it outside. അപ്പോൾ ഹാപ്പിനെസ് ആഗ്രഹിക്കേണ്ടതില്ല, ആക്ച്വലി ഒന്നും ചെയ്യേണ്ടതില്ല സന്തോഷത്തിലിരിക്കാൻ. നമ്മൾ ഓൾറെഡി സന്തോഷത്തിലാണ്. സി, ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. ഓരോന്നോരോന്ന് ഇവിടെ I like a glass. I am going through life today with a focus. ഈ എൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ, ഇത് കാലിയാണ്, പ്ലീസ് അതിനെ നിറയ്ക്കൂ. എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതിലൂടെ അത് നിറയണം. ജസ്റ്റ് ചേഞ്ച് ദ ഫോക്കസ് വൺ ഡേ. ഈ ഗ്ലാസ് ഓൾറെഡി നിറഞ്ഞു, ഇനി കേവലം മുഴുവൻ ദിവസവും എന്ത് ചെയ്യും? അതിനെ പുറത്തു പോകാൻ അനുവദിക്കരുത്. ശ്രദ്ധിച്ചു നടക്കൂ. എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും ഇത് സ്പിൽ ഓഫ് ചെയ്യരുത്. എന്തെന്നാൽ മുഴുവൻ ദിവസവും അത്ര വേഗം സ്പിൽ ഓഫ് ആയിക്കൊണ്ടിരിക്കുന്നു. At the end of the day, we find ourselves very empty, very depleted. But this becomes very boring. അഥവാ വീണ്ടും താങ്കൾ എക്സൈറ്റ്മെന്റിനെ ഹാപ്പിനെസ്സുമായി റിലേറ്റ് ചെയ്താൽ അത് നടന്നില്ലെങ്കിൽ ഇപ്പോ എക്സൈറ്റ്മെന്റും വളരെ ഹെൽത്തി അല്ല മൈൻഡിന്. ആക്ച്വലി ഏതുപോലെയാണോ ഫിയർ, അതൊരു ലോ സ്റ്റേറ്റ് ആണ്. എക്സൈറ്റ്മെന്റ് അതിന്റെ അതർ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും സ്റ്റെബിലിറ്റി ഉള്ളതല്ല. പിന്നെ നമ്മൾ ഇതിനെ രണ്ടിനെയും പ്രതി നമ്മൾ പറയും ഇറ്റ്സ് ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഇറ്റ് ഗിവ്സ് എ വെരി ഫ്രം ദ പിറ്റ് ഓഫ് മൈ സ്റ്റോമക്ക്. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നു. വളരെ ഭയമുണ്ടായാലും വളരെ സന്തോഷം. രണ്ട് കാര്യത്തിലും താങ്കൾക്ക് താങ്കളുടെ ഫിസിയോളജിയിൽ ഇമ്പാക്ട് ഫീൽ ചെയ്യാൻ പറ്റും. ശരീരത്തിൽ ഇവിടെ നോർമലായല്ല ഇരിക്കുന്നത്. ഏതുപോലെയാണോ എക്സൈറ്റ്മെന്റിൽ താങ്കളുടെ ഹാർട്ട് ബീറ്റ് നോർമൽ ആണോ, ഭയം ഉണ്ടാകുമ്പോഴും താങ്കളുടെ ഹാർട്ട് ബീറ്റ് നോർമൽ അല്ല, പൾസ് റേറ്റ് നോർമൽ അല്ല. എനിത്തിങ് ദാറ്റ് ഇസ് നോട്ട് നോർമൽ നൗ വി നോ ദിസ് ഇസ് അബ്നോർമൽ. വി തോട്ട് ഇത് നോർമലാണ്. സി, മനസ്സിന്റെ അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. പക്ഷെ ഫിസിയോളജിയിൽ കാണുന്നുണ്ടല്ലോ. പെട്ടെന്ന് യു വിൽ ഫീൽ യുവർ ഹാർട്ട് ബീറ്റ് സോ ഫാസ്റ്റ്. ഹൗ ഇസ് ദാറ്റ് നോർമൽ? അതുകൊണ്ട് ഹാപ്പിനെസ് ഈസ് ദാറ്റ് സ്റ്റെബിലിറ്റി. ഇനി സംഭവിക്കുന്ന സിറ്റുവേഷൻസ് സ്പെസിഫിക് അല്ല. ഇനി ഒരു ദിവസം എനിക്ക് ചുറ്റും എന്ത് സംഭവിച്ചാലും ഞാൻ കേവലം ശ്രദ്ധിക്കേണ്ടത് എൻ്റെ സ്റ്റെബിലിറ്റിയെ ഞാൻ നഷ്ടപ്പെടുത്തരുത്. ഇറ്റ് ഡസൻ മീൻ ഞാൻ ഒന്നും ചെയ്യാതിരിക്കണം, ഞാൻ ആരെയും ഒന്നും പറയാതിരിക്കണം. കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു, ഞാൻ പറയണ്ടേ? പറയണമെങ്കിൽ രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ ദേഷ്യത്തോടുകൂടി പറയാം, ഡിസ്റ്റർബ്ഡായി പറയാം, അല്ലെങ്കിൽ സ്റ്റേബിളായിരുന്നു പറയാം. അത് പോസിബിൾ ആണോ പോസിബിൾ അല്ലയോ? വി തോട്ട് റിയാക്ട് ചെയ്യുക, ദേഷ്യത്തോടെ പറയുക, ഡിസ്റ്റർബ്ഡ് ആകുക. ദിസ് ഇസ് ഓൺലി വേ ടു ഡിസിപ്ലിൻ ദിസ്. സോ വാട്ട് വി കുഡ് ട്രൈ വൺ ഡേ ഈസ് ഡു എവറിത്തിങ്. താങ്കൾക്ക് ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിക്കണമെങ്കിൽ ചെയ്യിക്കൂ, ഡിസ്റ്റർബ്ഡ് ആകാതെ. ഇതിന് കേവലം ഒരു ദിവസത്തെ എക്സ്പെരിമെന്റ് ചെയ്യൂ. വി ഓൾവേസ് ട്രൈ ദിസ് ആസ് 24 hours എക്സ്പെരിമെന്റ്. 24 മണിക്കൂർ ഇത് ട്രൈ ചെയ്യണം. ഇന്നൊരു ദിവസം എനിക്ക് ചുറ്റും എന്ത് സംഭവിച്ചാലും, എന്ത് തന്നെ പറഞ്ഞാലും, എന്ത് തന്നെ, ജസ്റ്റ് വൺ ഡേ ഐ വിൽ നോട്ട് ഗെറ്റ് ഡിസ്റ്റർബ്ഡ്. ജസ്റ്റ് വൺ ഡേ ഐ വിൽ ഡു എവറിത്തിങ് വിത്ത് എ റിമെമ്പറൻസ്. ഇന്നൊരു ദിവസം സ്റ്റേബിൾ. യു വിൽ റിയലൈസ് ഇത് വളരെ വളരെ ഈസിയാണ്. ഇത് കേവലം ചെയ്തിട്ടില്ല. ഇതുവരെ ട്രാഫിക്കിൽ കുടുങ്ങി. ഇതെന്താണ് സംഭവിക്കുന്നത്? എങ്ങനെ സംഭവിക്കുന്നത്? ആരെങ്കിലും റോങ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്തു. എങ്ങനെ ഓടിക്കുന്നത്? ആരവർക്ക് ലൈസൻസ് കൊടുത്തത്? ഇങ്ങനെ മുഴുവൻ ദിവസവും കേവലം ഒരു ദിവസം എങ്ങനെ ചെയ്യാതിരിക്കൂ, എല്ലാം ചെയ്യണം. ഒരു ദിവസം ഡിസ്റ്റർബ് ആകാതെ സ്റ്റേബിൾ ആയിരിക്കണം. ആൻഡ് യു വിൽ റിയലൈസ് ഇതിനു വേണ്ടി ഒരു വിദ്യയോ പഠിക്കേണ്ടതില്ല. ഒരിടത്ത് നിന്നും കേവലം ഓർമ്മ വെക്കണം, എനിക്ക് ഒരു ദിവസം സ്റ്റേബിൾ ആവണം. ആൻഡ് യു വിൽ ഫീൽ ഹൗ മച്ച് എനർജി യു വിൽ സേവ്. ശിവാനി, നമ്മൾ എന്തെല്ലാമാണോ മനസ്സിലാക്കിയത് നമ്മൾ ചെയ്തു, നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഒരു കാര്യം കൂടി മനസ്സിലായി. സൈലൻസിൽ ഇരിക്കുമ്പോൾ, ആ ഡീപ്പ് സബ് കോൺഷ്യസിൽ നമ്മൾ ഇരിക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. ഇപ്പോൾ താങ്കളോട് അപേക്ഷിക്കുകയാണ്, കുറച്ചു നേരം അതിനെക്കുറിച്ച് റിഫ്ലക്ട് ചെയ്യാമോ? കംഫർട്ടബിൾ ആയിരിക്കും. തൻ്റെ സങ്കല്പത്തെ
കോൺഷ്യസ്ലി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. ലെറ്റ് മീ ലുക്ക് അറ്റ് മൈസെൽഫ്, ദ ക്രിയേറ്റർ, ദ മാസ്റ്റർ, ദ പവർഫുൾ ബീയിങ്. I, the creator of every thought, have a choice. എൻ്റെ ചുറ്റും എന്ത് തന്നെ സംഭവിച്ചാലും I choose stability. ആര് എന്ത് തന്നെ പറഞ്ഞാലും I choose stability. അങ്ങനെ ഞാൻ സ്റ്റേബിളായിരിക്കുമ്പോൾ സിറ്റുവേഷൻ പരിവർത്തനപ്പെടും. ഒരു നിമിഷത്തേക്ക് നിങ്ങൾ സ്വയം നിങ്ങളെ ആ വ്യക്തിയുടെ മുന്നിൽ കാണൂ. ആരെയാണോ ഇന്നേ വരെ നിങ്ങൾ മനസ്സിലാക്കിയത്, ഇദ്ദേഹം എന്നെ ദേഷ്യപ്പെടുത്തുന്നവനാണ്, ഇദ്ദേഹം എന്നെ ഡിസ്റ്റർബ് ചെയ്യും, അദ്ദേഹത്തെ കാണൂ. അവർ അങ്ങനെയാണ്, അവർ അതുപോലെ തന്നെ സംസാരിക്കുന്നു, അതുപോലെ തന്നെ വ്യവഹാരം. പക്ഷെ സ്വയം നിങ്ങൾ നിങ്ങളെ നോക്കൂ. ഐ ആം സ്റ്റേബിൾ. അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ വ്യവഹാരം എൻ്റെ മനസ്സിൽ ഒരു പ്രഭാവവും ഉണ്ടാക്കുന്നില്ല. ഐ ചൂസ് മൈ റെസ്പോൺസ് ബിക്കോസ് ഐ ദ പവർഫുൾ സോൾ. ഓം ശാന്തി. നിങ്ങളോട് എപ്പോഴും പറയും, നിങ്ങൾ എന്ത് തന്നെ എക്സ്പീരിയൻസ് ചെയ്താലും എന്തൊക്കെയാണോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനെ നമ്മളുമായി ഷെയർ ചെയ്യണം. ആ തുറന്ന ക്ഷണം എപ്പോഴത്തെയും പോലെ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഫോണിലൂടെ ബന്ധപ്പെടാം. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഇമെയിൽ ID shivajyotimedia@gmail.com.